നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ കരൾ രോഗ വിദഗ്ധൻ ടെക്നോളജി മുഹമ്മദ് പദീർ പട്ടാമ്പി. അപ്പോൾ കുറേ ആളുകളുടെ കമൻറ്റിന് ഒരു പരിഹാരം കാണണം. അത് ഞാനല്ല, നിയമവകുപ്പിൻ്റെ മൊത്തം ഒരു തീരുമാനമാണ്. ആ പരിഹാരം ഇതാ നിർദ്ദേശിക്കുന്നു. ഞാൻ 2 തവണ ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ മുഴുവൻ രേഖകൾ പരിശോധിക്കണം, അത് പൂട്ടണം, വളരെ പെട്ടെന്ന് പൂട്ടന്നെ വീണം. അതുപോലെ ഇംഗ്ലീഷ് മരുന്നിൻ്റെ കുട്ടികളുടെ 20% മരുന്നല്ലാത്തത് കംപ്ലീറ്റ് പൂട്ടണം. അതിന് തീരുമാനം പെടണം. പൊതുജനങ്ങളുടെ പ്രഷർ വല്ലാതുണ്ട്. അതായത് രോഗം പിടിച്ചവരെ ഒരു 90 ലക്ഷം രൂപ വാങ്ങിച്ച് 200 ലക്ഷം രൂപ വാങ്ങിച്ച് അവരെ കൊന്നുകളയാണ് ചെയ്യുന്നത്. അത് ഈ മരിക്കുന്ന അമ്മമാർക്ക് 5ഉം 6ഉം 8ഉം 10ഉം ഒക്കെ കുട്ടികൾ, അവരും ഭക്ഷണം കഴിക്കേണ്ടവർ. അപ്പോൾ അതുകൊണ്ട് ഈ കുറ്റകൃത്യം ചെയ്യുന്നത് ആര് തന്നെ ആണെങ്കിലും ശരി, അത് ഈ കമൻറ്റ് എൻ്റെ ഫോണിൽ കമൻ്റ് ഇട്ടത് സൈബർ സെല്ല് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പോലീസ് പരിശോധിക്കും, എല്ലാ വശങ്ങളും പരിശോധിക്കും. അപ്പോൾ ഈ കമൻ്റ് ഇട്ട ആളുകളോട് ഞാൻ പറയാണ്, നിങ്ങളുടെ കുടുംബത്തിൽ ഇതുവരെ ചികിത്സിച്ച് പോയ ആളുകളുടെ മുഴുവൻ അസലി റിപ്പോർട്ടുകളും പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യണം. അതിന് വേണ്ടുന്ന പരിഹാരം നിങ്ങൾ ചെയ്യണം. ഈ ബോഡി എവിടെ അടക്കം ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ മാന്തി പരിശോധിക്കണം, അല്ലാണ്ട് തീരുമാനങ്ങൾ ഇടാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം മരിക്കാത്ത ഒരാളുടെ ബോഡിനെ കുറിച്ച് ഞാൻ മലപ്പുറം ജില്ലക്കാരൻ്റെ ഒരു തീരുമാനം ഇട്ടിരുന്നു. അതിൻ്റെ ബന്ധുക്കൾ വഴി വരാത്തത് കാരണം അത് ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. അത് പാമ്പ് കടിച്ചിട്ട് 2 കൊല്ലം മുമ്പ് മറവ് ചെയ്താണ്. ആ ബോഡി പുറത്തേക്ക് എടുക്കുമ്പോൾ ആ ജീവിച്ചിരിക്കുന്ന ആൾക്ക് മരിച്ചിട്ട് ഇതുവരെ നടപടി എടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ സുപ്രീം കോടതിൻ്റെ ചീഫ് ഇവിടെ ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അദ്ദേഹം തയ്യാറാക്കണം. സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവികളുടെ റിപ്പോർട്ട് അവർ ശരിയാക്കണം. ആരോഗ്യ വകുപ്പിൻ്റെ ബന്ധപ്പെട്ട റിപ്പോർട്ട് അവർ ശരിയാക്കണം. അങ്ങനെ ഈ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും, അതായത് ഫയർഫോഴ്സിൻ്റെ DG-മാർ വേണം. അപ്പോൾ അവർക്കും അതിലൊരുപാട് റൂളുണ്ട്. കാരണം മനുഷ്യന് ആത്മരക്ഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുത്തരം പീഡനം വന്നു, അദ്ദേഹത്തിന് ജീവനോടെ കുഴിയിൽ നിന്ന് എടുത്തു എന്നത് നമുക്ക് വലിയൊരു ആകാംക്ഷയാണ്. അപ്പോൾ എത്ര എണ്ണത്തിൻ്റെ ശരീരം ഇതുപോലെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ടാവും എന്ന് ഗൗരവത്തോടെ എനിക്ക് പറയേണ്ടി വരിക, ഈ ലോകത്തോട് പറയേണ്ടി വരിക. അതായത് ഇത്തരം ആളുകൾ ഇനിയും ഇതിനും നല്ല കമൻ്റ് ഇടണം. അപ്പോൾ ഈ കമൻ്റ് ഇട്ടവരുടെയൊക്കെ വീട്ടിൽ നിന്ന് എത്ര ആളുകൾ ഏതൊക്കെ വയസ്സിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് അവരെ ചോദ്യം ചെയ്യണം. കമൻ്റ് ഇട്ടവരെ കംപ്ലീറ്റ് അതിൻ്റെ സെറ്റിലേക്ക് മാറ്റണം. എന്നിട്ട് അവരെ കറണ്ട് പിടിപ്പിച്ചിട്ട് 6 മാസമെങ്കിലും കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യണം. ഈ കമൻറ്റ് മോശം ഇട്ടതിനല്ല, അവർ മനുഷ്യനെ കണ്ണ് ഉറപ്പിക്കാനാണ്. പക്ഷെ അവർ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നുണ പറയും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇതുവരത്തെ അനുഭവം വെച്ചിട്ട്. അതുകൊണ്ട് അത്തരക്കാരെ കൊണ്ടുപോവുക, തുറങ്കിലടിക്കുക, എന്നിട്ട് കറണ്ട് പിടിപ്പിക്കുക. ഓരോ ദിവസം 20 മണിക്കൂർ കറണ്ട് പിടിപ്പിക്കണം. എന്നിട്ട് നല്ല അടിയും വെച്ച് കൊടുക്കണം. കാരണം അതല്ലാണ്ട് ഇതിന് പോകാൻ വഴിയില്ല. ഇത് മറ്റുള്ളവരെ തുറന്ന് കാണിക്കുകയും ചെയ്യണം. നിയമത്തിന് അതിൻ്റേതായ വഴിയാണ്. അത് ഒരാൾ പറഞ്ഞാലോ തിരിഞ്ഞാലോ ഒന്നും പോകില്ല. അപ്പോൾ അത് ശരിക്കും ചിന്തിക്കണം. അപ്പോൾ കമൻറ്റ് നിങ്ങളെല്ലാവരും തുടരുമ്പോൾ ഇതുപോലെ തന്നെ ഇംഗ്ലീഷ് മരുന്നുകാർ ചെയ്ത തെറ്റ് നിങ്ങൾ കാണരുത്, മറ്റുള്ളവർ ചെയ്തതേ കാണാൻ പാടുള്ളൂ. അങ്ങനെ വരുന്നവരെ മുഴുവൻ ഫയലുകളും നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ടി വരും. ആ പുറത്തേക്ക് ഇടുമ്പോൾ എൻ്റെ ഫയലെടുത്താൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ അറ്റൻഷനിൽ നിൽക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അതിൻ്റെ സമ്പ്രദായം അങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഇത്തരത്തിൽ നിൽക്കണമെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ വേണം. കാരണം 10,000 കോടി ജനങ്ങൾക്ക് കൂടുമ്പോൾ ഒരാൾക്ക് പോലും ഗുണം ചെയ്യാൻ പറ്റാത്ത ഇംഗ്ലീഷ് മരുന്നുകാരും 15 ആൾക്ക് മാത്രം ഗുണം ചെയ്യുന്ന പഴയ ആയുർവേദവും ഇത് രണ്ടും കൂടി എൻ്റെ ഭാഗം കൂടി വെക്കുമ്പോൾ എനിക്ക് സീറ്റ് വേറെ തന്നെയാണ്. അപ്പോൾ കമൻ്റ് ഇട്ടാൽ തുടരണം. പിന്നെ ഇംഗ്ലീഷ് മരുന്നും ഈ കോട്ടക്കൽ ആര്യവൈദ്യശാല, വൈദ്യമഠം, ഇത്തരത്തിലുള്ള ഇതൊക്കെ പൂട്ടണം. അതുപോലെ 30 ദിവസം കൂടുതൽ മരുന്ന് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ നേരെ റിപ്പോർട്ട് എടുക്കണം. അവരുടെ കൈകാര്യങ്ങൾ ചെയ്യണം. ഇവർ 6 മാസത്തിൽ കൂടുതൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര ദിവസമാണെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. അതായത് ആ ബോഡി എവിടെ അടക്കം ചെയ്തിട്ടുള്ളത് എന്ന് നോക്കണം. അവർക്ക് അടക്കം ചെയ്യുമ്പോൾ എത്ര വയസ്സായിരുന്നു അവർ നേരത്തെ സർട്ടിഫിക്കറ്റിൽ നോക്കണം. അവരുടെ ജനന സർട്ടിഫിക്കറ്റ്